ശുംശിഹായിക സ്തുതിയായിരിക്കട്ടെ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പഠന പരമ്പരയുടെ 16-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം അല്ലെങ്കിൽ വിചിന്തന വിഷയം എന്ന് പറയുന്നത് ഭൂമിയുടെ സമ്പത്ത് ഏതാനും പേരുടെ അവകാശമായി മാറ്റിവെക്കപ്പെടേണ്ടതല്ല, മറിച്ച് അത് എല്ലാവരുടേതുമാണ് എന്നാണ് ജൂബിലി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജൂബിലി സന്ദേശത്തിൻ്റെ ഒരു സുപ്രധാനമായ ഒരു പ്രവാചക സന്ദേശം എന്ന് പറയുന്ന ഒരു കാര്യമാണിത്. ഭൂമിയുടെ സമ്പത്ത് ഏതാനും പേരുടെ അവകാശമായി മാറ്റിവെക്കപ്പെടാൻ പാടില്ല, എല്ലാവരുടെയുമായത് പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് എന്ന കാര്യമാണ് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുക. അതായത് ധനിക രാജ്യങ്ങളുടെയും വ്യക്തികളുടെയും ഉത്തരവാദിത്വം ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി നീതി എന്നിവയൊക്കെയാണ്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: ഭൂമി കർത്താവിൻ്റേതാണ്, നമ്മെല്ലാവരും പരദേശികളും കുടികിടപ്പുകാരുമാണ്. ലേവിയുടെ പുസ്തകം 25-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ്. ആ ഒരു വലിയ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും ധനികരായിട്ടുള്ള വ്യക്തികളും രാജ്യങ്ങളും നേരിടുന്ന ഒരു ധാർമ്മിക വെല്ലുവിളിയാണ് പട്ടിണിയും അതുപോലെ തന്നെ മാനവരാശിയുടെ ഒരു തുറന്ന മുറിവ്. അവരുടെ ഏറ്റവും വലിയ മാനവകുലത്തിൻ്റെ ഏറ്റവും വലിയൊരു മുറിവാണ്, രക്തം ചിന്താത്ത തരത്തിലുള്ളൊരു മുറിവാണ് ഈ പട്ടിണിയെന്ന് പറയുക. ധനികരോട് ഉള്ളൊരു ആഹ്വാനം ഇതാണ്: ധനികരെപ്പോഴും മഹാമനസ്കരായിരിക്കണം. അവർ ആവശ്യക്കാരായ സഹോദരീ സഹോദരന്മാരുടെ നേർക്ക് ദൃഷ്ടി തിരിക്കാതെ ഇരിക്കരുത്. പട്ടിണിയുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഭക്ഷണവും വെള്ളവും ഇല്ലാത്തവരെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത തന്നെയാണ്. ഒരു നേരത്തെ ഭക്ഷണം അതില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ലോകത്തെ മുഴുവൻ മാറ്റുവാനുള്ള ഉത്തരവാദിത്തം ധനികർക്കുണ്ട് എന്നുള്ള വലിയൊരു ആഹ്വാനം നൽകുകയാണ്. പട്ടിണി എന്ന് പറയുന്നത് ഒരു അപവാദമാണ്. മാനവരാശിയുടെ ശരീരത്തിലെ ഉണക്കാത്ത ഒരു തുറന്ന മുറിവാണിത്. നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. നമ്മുടെ മനസ്സാക്ഷിയുടെ ഗൗരവപരമായ ഒരു പരിശോധനയ്ക്കായിട്ട് നമ്മളെല്ലാവരെയും പരിശുദ്ധ പിതാവ് ക്ഷണിക്കുകയാണ്. വിഭവങ്ങൾ ധാരാളം ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ആ വിഭവങ്ങൾ ചെലവഴിക്കുന്നതിലെ മുൻഗണനക്രമം മാറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് രണ്ടാമതായി സൂചിപ്പിക്കുക. ആയുധങ്ങൾക്കു വേണ്ടി ചെലവഴിക്കുന്ന തുക ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഏറ്റവും നിർധന രാജ്യങ്ങളിലെ വികസനത്തിനുമായി ഉപയോഗിക്കാൻ കഴിയണമെന്ന് സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ പരിഹാരമായി കാണുന്നത് ഒരു ആഗോള ഫണ്ടായി രൂപീകരിക്കാനായിട്ട് ഒരു തുക കണ്ടുവയ്ക്കുക. അങ്ങനെ അതിൻ്റെ ഒരു നന്മയെന്ന് പറയുന്നത് അക്രമങ്ങളിലേക്കോ വ്യാമോഹ അവസ്ഥകളിലേക്കോ ഒക്കെ ജനതകൾ നീങ്ങുന്നത് ഒഴിവാക്കാനായി സാധിക്കും. ഇന്ന് മുഴുവനും പിടിച്ചെടുക്കുകയാണ്. ധനികരല്ലാത്ത രാജ്യങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി ധാരാളം സാധിക്കാതെ വരുന്ന രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. കൂടുതൽ അന്തസ്സുറ്റ ജീവിതത്തിനായി സ്വന്തം രാജ്യം വിട്ടുപോകുന്നതും അതുപോലെ അവർ പരദേശികളായിട്ട് പലായനം ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. ജൂബിലിയുടെ പ്രഖ്യാപനത്തിൻ്റെ വെളിച്ചത്തിൽ ധനിക രാജ്യങ്ങളോടുള്ള ഒരു ഹൃദയംഗമമായ അഭ്യർത്ഥനയാണ് കടങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കാനായി ആവശ്യപ്പെടുകയാണ്. ഒരിക്കലും തിരിച്ചടിക്കാൻ കഴിയാത്ത രാജ്യങ്ങളുടെ കടങ്ങൾ ഇളവ് ചെയ്യുവാനുള്ളൊരു നിശ്ചയദാർഢ്യം അവർക്കുണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനാണ് മഹാമനസ്കത എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു മഹാമനസ്കത എന്ന കാര്യത്തോളുപരിയായി അതൊരു നീതിയുടെ പ്രശ്നം കൂടിയാണ്.
അതുപോലെ തന്നെ ഒരു പാരിസ്ഥിതിക കടമാണ്, ഒരു പുതിയ തരം അനീതിയാണ്. ഇന്ന് ലോകം നേരിടുന്ന കൂടുതൽ ഗൗരവതരമായൊരു അനീതിയാണ് പാരിസ്ഥിതിക കടമെന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ആഗോളതലത്തിലെ ഉത്തര ദക്ഷിണ ഭാഗങ്ങൾ തമ്മിൽ പാരിസ്ഥിതിക കടം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണെന്ന് വ്യക്തമായി ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇതാണ്. ചില രാജ്യങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ആനുപാതികമല്ലാതെ ദീർഘകാലം ഉപയോഗിച്ചത് മൂലമുണ്ടായ പാരിസ്ഥിതിക ആഘാതങ്ങളോടും വ്യാപാര അസന്തുലിതാവസ്ഥയോടും ബന്ധപ്പെട്ടതാണിത്. ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേരിലാണ് പലപ്പോഴും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് അവികസിത രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നു പലപ്പോഴും. എന്നിട്ട് വികസിത രാജ്യങ്ങൾ അതിനുവേണ്ടി കുറേ ഫണ്ട് അവരുടെ രാജ്യങ്ങളിലെ പണം മുടക്കി അവർ വലിയ ഫാക്ടറികളും അങ്ങനെ വരുന്ന ഒരു പാരിസ്ഥിതികമായ അസ്വസ്ഥതകളെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പരിസ്ഥിതി സംരക്ഷണങ്ങൾക്ക് വേണ്ടിയൊക്കെ പല രാജ്യങ്ങളെയും അങ്ങനെ നിർബന്ധിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പാരിസ്ഥിതികമായ ആഘാതങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതൊരു പുതിയ തരം അനീതിയാണ്. ഈ അനീതി ഗൗരവതരമായി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പ്രകൃതി വിഭവങ്ങൾ ആനുപാതികമല്ലാതെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ചില രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രം വരികയാണ്. അങ്ങനെയാണ് പശ്ചിമഘട്ട മേഖലകളിലൊക്കെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രധാന സംഗ്രഹമെന്ന് നമുക്ക് പറയാനായി സാധിക്കുന്നത്, ലോകത്ത് സമാധാനത്തിൻ്റെ ഒരു പാത ഒരുക്കാൻ നാം ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ അനീതിയുടെ വിദൂരമായ കാരണങ്ങൾ പോലും പരിഹരിക്കുന്നത് നാം പ്രബുദ്ധരായിരിക്കണമെന്നാണ് പറയുക. അതിന് അനീതി നിറഞ്ഞതും തിരിച്ചടയ്ക്കാൻ കഴിയാത്തതുമായ കടങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കണം. 2, ദരിദ്രരെ പോറ്റുക. ദരിദ്ര രാജ്യങ്ങൾ നമുക്കുണ്ടാവും, അവരെ പോറ്റുക. എപ്പോഴും നമ്മുടെ ചിന്ത ഇതായിരിക്കട്ടെ, കർത്താവിൻ്റേതാണ് ഞാനെന്ന് ഓർമ്മിക്കും. ദാരിദ്ര്യം, കടം, പാരിസ്ഥിതിക അനീതി എന്നിവ പരിഹരിക്കുന്നതിനുള്ള നീതിയുടെ മാർഗമായി ഞാൻ നിലകൊള്ളും. ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് കണ്ണോടിക്കുമ്പോൾ ദരിദ്രരായിട്ടുള്ളവരുടെ ഒരു നീണ്ട നിരയുണ്ട് എങ്കിൽ, നമ്മൾ കടം കൊടുത്തിട്ടുള്ളവർക്ക് അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ ഇളവ് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ വീടിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ ജോലിസ്ഥലത്ത് ചുറ്റുമുള്ള നമ്മൾ പരിചയമുള്ളതോ നമ്മുടെ കണ്ണിലൂടെ കണ്ടുപോകുന്നതുമായ ദരിദ്രരായിട്ടുള്ളവരെ അവരെ പോറ്റാൻ വേണ്ടി നമുക്കെന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? വിചിന്തനം ചെയ്യാം. ഇന്നത്തെ ചോദ്യവും അതുതന്നെയാണ്. രാജ്യങ്ങളോട് ഇളവ് ചെയ്യാനായിട്ട്, ദരിദ്ര രാജ്യങ്ങൾക്ക് ഉള്ള കടങ്ങൾ, അനീതിപരമായിട്ടുള്ള കടങ്ങൾ ഇളവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടതുപോലെ നമുക്കും ഈ ഇളവ് ചെയ്തു കൊടുക്കാൻ സാധിക്കില്ലേ? അതുപോലെ തന്നെയാണ് കടങ്ങൾ ഇളവ് ചെയ്യുന്നത് പോലെ തന്നെ ദരിദ്രരെ പോറ്റാനുള്ള ഉത്തരവാദിത്തം കൂടിയുണ്ട്. ഈ 2 ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. കടങ്ങൾ ഇളവ് ചെയ്യാനായിട്ട് എനിക്ക് ആരൊക്കെയാണ് ഉള്ളത്? ആരുടെയൊക്കെ കടങ്ങളാണ് ഞാൻ ഇളവ് ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുക. എൻ്റെ ചുറ്റുവട്ടമുള്ള ദരിദ്രരായിട്ടുള്ള ആരൊക്കെയാണ് പോറ്റാനായിട്ട് തമ്പുരാൻ എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സാക്ഷിയോട് ചോദിക്കുക. 2 ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തിയാൽ ഈ ക്രിസ്മസ് ആഘോഷം വളരെ അനുഗ്രഹീതമായിരിക്കും. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണാം.